ഇൻഫിനിറ്റിയുടെ ലൈറ്റിന് പ്രൈസ് എത്ര പറഞ്ഞു? 2.5 lakhs ലൈറ്റ് മാത്രം. വണ്ടി എപ്പോഴും സേഫ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇൻഡസ്ട്രീസ് അറൌണ്ട് 1.4 സംതിങ് വരുന്നുണ്ട് ലൈറ്റ് ബാർ. പെൻഷൻ ഇപ്പോൾ അയൺമാൻ്റെ വരുമ്പം ഈ വണ്ടിക്ക് 1.5 lakhs, അന്ന് 5 lakhs വന്നിട്ടുണ്ട്. 2.5 ആണെന്ന് തോന്നുന്നു, ഒരു വെയിൽ 2.5. അപ്പം ഫ്രണ്ടും ബാക്കും 5 lakhs. ഹായ്, ഐ ആം ബറിന്റോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എബ്രാഹിം തരനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. 80 Roversൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി കിടക്കുന്ന ഒരു ബിഹേവിയറിനെ കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു പ്രോപ്പർ എക്സ്പെഡിഷൻ ഓവർലാൻഡിങ് വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ല അടിപൊളി സംഭവമാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയാലോ? എന്താണ് ഇതിൻ്റെ പർപ്പസ്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഫ്രണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഈ ഒരു ഓവർലൈനിങ് പോകുമ്പോൾ എപ്പോഴും റിക്കവറി ഫ്രണ്ടിൽ വേണം. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ക്രാഷ് ബമ്പർ തന്നെയാണ്. ഇതൊരു ഓഫ് റോഡ് ബമ്പറാണ്. പലരും ഇതിനെ ബുൾബാർ എന്നും ക്രാഷ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് ആക്ച്വലി റീപ്ലേസ്മെൻറ്റ് ബമ്പറാണ്. ഓക്കെ, സോ നിയമത്തിൻ്റെ പരം അത് ഞാൻ അതിലോട്ട് പോകുന്നില്ല, പക്ഷേ ഇത് റീപ്ലേസ്മെൻറ്റ് ബമ്പറാണ്. ഓക്കെ, ഇത് വേൾഡ് ഇന്റർനാഷണലി ബമ്പറാണ്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ബമ്പറാണ്. ഇത് SRS എയർ ബാഗ് സേഫ് ആണ്. ഇത് എയർ ബാഗ് വർക്ക് ചെയ്യും. ഓക്കെ, പലപ്പോഴും സംഭവിക്കുന്ന ഇതേപോലെ ഉണ്ടാക്കുന്ന ബമ്പേഴ്സ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തതും ഒരു വലിയ ഇഷ്യൂ ആണ്. പക്ഷേ ഇത് സേഫ് ആയിട്ടുള്ളൊരു ബമ്പറാണ്. ഇതിന് തന്നെ ക്രംബിൾ സോൺസ് ഉണ്ട്. ബമ്പറിന്റെ മൗണ്ടിങ് പോയിന്റ്സിൽ തന്നെ ക്രംബിൾ സോൺസ് ഉണ്ട്. എയർ ബാഗ് ഇടിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് വരും, ഡിപ്ലോയിഡ് ആവും. പിന്നെ ഇതിന് നമുക്ക് എന്താണെങ്കിലും വണ്ടി ക്യാരി ചെയ്യണമെങ്കിൽ പുള്ളി ചെയ്യണമെന്നുണ്ടെങ്കിലും അത്രയും ലോഡ് എടുക്കണം. നമ്മുടെ നോർമൽ ടോ ഹുക്കിൽ ഒരിക്കലും വണ്ടിയുടെ ഫുൾ വെയിറ്റ് ലോഡ് ചെയ്യാൻ സ്ട്രെയിറ്റ് റോഡിൽ പറ്റും, പക്ഷേ ഓഫ് റോഡ് കണ്ടീഷനിൽ ഒരിക്കലും അതിൻ്റെ റിക്കവറി പോയിന്റിന് അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതിനായിട്ട് സ്ട്രെങ്തൻ ചെയ്ത റിക്കവറി പോയിന്റ്സ് എല്ലാം കൂടെ ഉള്ളൊരു ബമ്പറാണ്. അതിൽ തന്നെയാണ് നമ്മൾ വിഞ്ചും മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബമ്പർ ARB അല്ലേ? ARB ബമ്പർ. അപ്പോൾ ഇതിന് എന്ത് പ്രൈസ് വന്നിട്ടുണ്ടാവും? ഇത് ചെയ്യുന്ന സമയത്ത് ബമ്പറിന്റെ വില ഒരു 1.2 lakhs ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് 2ന്റെ മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്ര നാളായി ഇത് ചെയ്തിട്ട്? ഇത് 2014 വണ്ടി 2014 മോഡൽ. ഓക്കെ, അപ്പോൾ അത് മെസ്തൂഷി പജോറോ സ്പോർട്ടാണ്, 2014 മോഡൽ. പിന്നെ നമുക്ക് ബമ്പർ കഴിഞ്ഞു, അടുത്തത് നമുക്ക് ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റിംഗ് എല്ലാം റിജിഡ് ഇൻഡസ്ട്രീസിന്റെ ലൈറ്റിംഗ് ആണ്. ഇപ്പം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ലൈറ്റിംഗ് LED ലൈറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനി റിജിഡ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, റിജിഡ് ഇൻഡസ്ട്രീസ് തന്നെയാണ് ARBക്കായിട്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന മോഡൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ലൈറ്റിംഗ്, ഈ ലൈറ്റ് ബാർ, ഫ്ലഡ്സും സ്പോർട്സും, ഡ്രൈവിംഗ് ലൈറ്റ്സ്, സൈഡ് ഗൈഡൻസ് ലൈറ്റ് എല്ലാം റിജിഡ് ഇൻഡസ്ട്രീസിൻ്റെ തന്നെയാണ്. ഓക്കെ, ഈ ലൈറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഇന്നലെ ഈ 1-2 ദിവസമായിട്ട് ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ യൂസ് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഇത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതെ. ഇനി താഴോട്ട് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇതിപ്പോൾ ഒരു വിഞ്ച് മസ്റ്റാണ്. ഇത് ഓഫ് റോഡ് ചെയ്യുന്ന വെഹിക്കിൾസിൽ ഇന്നലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചത് വിഞ്ചാണ്. അതെ. പിന്നെ ഈ ഫസ്റ്റ് നമ്മുടെ വണ്ടി എപ്പോഴും സേഫ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇതുപോലെ റിമോട്ട് ലൊക്കേഷനിൽ വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാക്സിമം ഡാമേജ് കുറയ്ക്കാനായിട്ട് വെഹിക്കിൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ആ പ്രൊട്ടക്ഷനുള്ള സാധനമാണ് ഈ വണ്ടിയിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത്. റിക്കവറി ആൻഡ് പ്രൊട്ടക്ഷൻ. വണ്ടി സേഫ് ആയിരിക്കണം, ആൾക്കാർ സേഫ് ആയിരിക്കണം, വണ്ടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഈ മൂന്നാണ് ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇതെല്ലാം ഒരു സ്റ്റോക്ക് വെഹിക്കിൾ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ആ ഒരു തിയറിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അണ്ടർ ബോഡിയിൽ ഇപ്പോൾ ഫ്രണ്ടിൽ അടുത്ത് വരുന്നത് അണ്ടർ ബോഡി പ്രൊട്ടക്ഷനാണ്. ഈ അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ അത് ARBയുടെയാണ്. ഓക്കെ, ഇത് ഇൻക്ലൂഡിങ് ട്രാൻസ്ഫർ കേസ് വരെ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, സോ ആ ഭാഗത്തുള്ള ഒരു ഭാഗത്തും റേഡിയേറ്റർ ഭാഗത്ത് ഒന്നും ഇൻ്റർകൂളർ ഒന്നും ഡാമേജ് വരില്ല. ഓക്കെ, അതും 6 mm തിക്നെസ് ഉള്ള പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ARBയുടെ തന്നെ ബ്രാൻഡഡ് ആണ്. ഈ ബ്രാൻഡഡ് പ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡഡ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ വ്യത്യാസമുണ്ട്. സോ നമുക്ക് വെയിറ്റ് കുറഞ്ഞായിരിക്കും. നമ്മളത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയലിന് ആ സ്ട്രെങ്ത് കിട്ടുന്നില്ല. അത് ഉണ്ടാക്കിയാൽ തന്നെ വെയിറ്റ് കൂടുതലായിരിക്കും. ആ വെയിറ്റ് വലിയൊരു ഫാക്ടറാണ്. ഇപ്പം ഈ വണ്ടിയിൽ തന്നെ നമുക്കിപ്പോൾ അഡീഷണൽ അറൗണ്ട് 2.3,000 കിലോസ്, അതായത് 3 ton വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതേ സാധനം നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പവർ വീണ്ടും നമുക്ക് യൂസബിൾ പവർ കിട്ടത്തില്ല. അതാണ് അതിൽ വരുന്നത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മൾ ബ്രാൻഡഡ് തന്നെ പോകണം ഫോർ റിലയബിലിറ്റി. ആ റിലയബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഈ പ്രോഡക്ട്സ് മുഴുവൻ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പം 2000 ക്ലോസ് ടു 10 years ആകുന്നു.
ഈ ഒരു പ്രോഡക്റ്റിന് ഒരു ഡാമേജും വന്നിട്ടില്ല, ഒരു റാറ്റ്ലിംഗ് ഒരു സൗണ്ട് പോലും വണ്ടിക്കകത്ത്. ഓക്കെ, അതിൻ്റെ റബ്ബർ ബുഷും ഓരോതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതിലൊന്നും ഒരു ഈ പറഞ്ഞ റബ്ബർ ബുഷ് പോലും 10 വർഷമായിട്ട് പോയിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സൈഡിലോട്ട് പറയുകയാണെങ്കിൽ സ്നോക്കിൾ എപ്പോഴും നമ്മുടെ വാട്ടർ വെയ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ക്ലീൻ എയർ ബെറ്റർ മൈലേജ്, ഓക്കെ, പിന്നെ വാട്ടർ വെയ്ഡിങ്, വെള്ളം ഫിൽറ്ററിൻ്റെ അകത്ത് കയറാതിരിക്കാൻ ഒരു അഡീഷണൽ കോൺഫിഡൻസ് കിട്ടുന്ന സാധനമാണ്. ഓക്കെ, പ്രത്യേകിച്ച് കേരളത്തിൽ 6 മാസം മഴയാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഈ വീൽസ് പുറത്ത് വന്നു അകത്ത് പോകുന്ന ഒരു വലിയൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ വെഹിക്കിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും ടയേഴ്സ്, റോക്ക് സ്ലൈഡേഴ്സ്, ബമ്പേഴ്സ്, ഈ ഭാഗമേ എവിടെയെങ്കിലും ഇമ്പാക്റ്റ് വരത്തുള്ളൂ. ബോഡിയിലോട്ട് എവിടെ തട്ടിയാലും ബോഡിയിലോട്ടുള്ള ഇമ്പാക്ട്സ് വരുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് നടന്നിരിക്കുന്നത്. ഓക്കെ, അത് ഇന്നലെ ശരിക്കും വണ്ടി നമ്മളവിടെ കയറുമെന്ന് നോക്കാൻ പോയപ്പോൾ സൈഡിലോട്ട് ഒറ്റ വലിയായിരുന്നു, ആ ഭിത്തിയിലേക്ക് പോയിട്ട് ഒരൊറ്റ അടിയായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ട്. അതിൽ നമ്മളിന്ന് നോക്കിയായിരുന്നു, ഒരു ചെറിയൊരു സ്ക്രാച്ച് എന്ന് പോലും പറയാനില്ല. അത് നമുക്ക് കാണിച്ചു കൊടുക്കുക എന്താ പറ്റിയെന്നുള്ള. ഒരു കല്ല് പൊട്ടി, ഒരു പാറ പൊട്ടി മാറി. അതെ, ഒരു പാറ പൊട്ടി മാറി വണ്ടി ആ പാറയിൽ ഇടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ എന്നാൽ പോലും വണ്ടിയിൽ യാതൊരു ഡാമേജും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഷോക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഷോക്സ് പല ബ്രാൻഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ഇരിക്കുന്നത് അയൺമാൻ 4x4ൻ്റെ ഫോം സെൽ സസ്പെൻഷനാണ്. ഓക്കെ, അത് നമ്മൾ റോഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും ഇപ്പോൾ സസ്പെൻഷൻ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, ഇങ്ങനെ ആടി നിൽക്കുന്നതാണ് ഏറ്റവും സഫാരി സിയറൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആടി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല സസ്പെൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും സസ്പെൻഷൻ്റെ കോൺസെപ്റ്റ് അതല്ല. സസ്പെൻഷൻ ഒരു ഇമ്പാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റീബൗണ്ട് വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അത് വീണ്ടും ഓസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. വീണ്ടും ഓസ്ലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ട്രാക്ഷൻ കുറയുക. ഒരു ഇമ്പാക്റ്റ് വന്നു, അത് റീബൗണ്ട് ചെയ്യണം, നിൽക്കണം. അതായത് ആ വേവ് ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കണം, ബൗൺസ് ചെയ്ത് പോകരുത്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടിട്ടുള്ള സസ്പെൻഷൻ അകത്ത് കുലുങ്ങാതെ ഇതിങ്ങനെ ആടി. പക്ഷെ അതല്ല ഒരു വണ്ടിക്ക് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് അതല്ല. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സസ്പെൻഷൻ. അത് സെൽഫ് വാൽവിംഗ് ആണ്. ഹീറ്റ് ഡെസിപ്പേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോം സെൽ പോകുന്നത്. പക്ഷേ ലോങ് ട്രാവൽസ് വരുമ്പോഴത്തേക്കും ബേസിക്കലി സസ്പെൻഷൻ ചെയ്യുന്നത് ആ ഇമ്പാക്റ്റ് കിട്ടുമ്പോഴത്തേക്കും ആ കൈനറ്റിക് എനർജിയെ നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കളയുക ചെയ്യുന്നത്. അപ്പോൾ ഷോക്സിൽ ശരിക്കും ഷോക്സ് വർക്ക് ചെയ്യുമ്പോൾ ചൂടാകുന്നുണ്ട്. ഈ ചൂടാകുന്നത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്ര എഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ ഷോക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഫോം സെൽ യൂസ് ചെയ്ത്. ഫോം സെല്ലിൻ്റെ ചുറ്റും എന്ന് പറയുന്നത് സർഫസ് ഏരിയ കൂടുതൽ ഒരു ഫോമാണ്. അതുപോലെ ഗ്യാസ് ഓയിലും നമ്മൾ ഫോമിങ്ങും ഉണ്ടാകത്തില്ല. അപ്പോൾ പെട്ടെന്ന് സസ്പെൻഷൻ കൂളാവും, ഷോക്ക് കൂളാകുമ്പം കൂടുതൽ എഫിഷ്യൻസി കിട്ടും. അതിനാണ് ഇതിലിപ്പം ഫോം സെൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഫോം സെൽ സസ്പെൻഷൻ ഇപ്പോൾ അയൺമാൻ്റെ വരുമ്പം ഈ വണ്ടിക്ക് 1.5 lakhs വരും. ഓക്കെ, സ്നോർക്കൽ റേറ്റ് ഓർക്കുന്നുണ്ടോ? സ്നോർക്കൽ അറൗണ്ട് അന്ന് 40 സംതിങ് ആയിരുന്നു, ഇന്നിപ്പം കുറച്ചുകൂടി കൂടി കാണും. ഓക്കെ, ലൈറ്റ്സിൻ്റെ പ്രൈസോ? ലൈറ്റ്സിൻ്റെ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, വീട്ടിൽ കയറാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് ഇൻഫിനിറ്റി അറൗണ്ട് 2.5 lakhs വരും. ഓക്കെ, മുകളിലത്തെ റിജിഡ് ഇൻഡസ്ട്രീസ് അറൗണ്ട് 1.4 സംതിങ് വരുന്നുണ്ട് ലൈറ്റ് ബാർ. ഓക്കെ, ഈ ചെറിയ ഈ സ്ക്വയർ ലൈറ്റ്സ് അറൗണ്ട് 64,000, സൈഡിൽ 32,000. ഓക്കെ, സോ ലൈറ്റ്സ് ആർ റിയലി എക്സ്പെൻസീവ്. ഓക്കെ, വിഞ്ചിൻ്റെ പ്രൈസ്? വിഞ്ച് അന്ന് ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 1 lakh സംതിങ് ആയിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നോക്കിയിട്ടില്ല. ഇപ്പം 137 സംതിങ് ഉണ്ട്. ഇൻഫിനിറ്റിയുടെ ലൈറ്റിന് പ്രൈസ് എത്ര പറഞ്ഞു? 2.5 lakhs ലൈറ്റ് മാത്രം. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. ഇനി ഫ്രണ്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞ പ്രൈസിങ് ഏകദേശം കഴിഞ്ഞ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് റോക്ക് സ്ലൈഡേഴ്സ് ഉണ്ടല്ലോ. സൈഡിൽ വേറെ നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇല്ല, റോക്ക് സ്ലൈഡേഴ്സ് ആക്ച്വലി ബ്രാൻഡഡ് അല്ല. ഓക്കെ, അത് ചെയ്തെടുത്തതാണ്. പൈപ്പിലും തിക്ക് സ്റ്റീൽ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് എനിക്ക് സോറി ഈ വിഡ്ത്ത് കിട്ടണമായിരുന്നു. ഈ സൈഡ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു കല്ല് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് തട്ടി തന്നെ പോകണം. ഓക്കെ, ഇത് ഒരയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഓരോ കാണാനുണ്ട്. അതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ. ഈ വണ്ടിയിൽ ഒരു പാനൽ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല. ഇത്ര ഓഫ് റോഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒരു പാനൽ പോലും ഇതുവരെ റീപെയിന്റ് ചെയ്തിട്ടില്ല. റീപെയിന്റ് എന്ന് പറഞ്ഞ സാധനം ഈ വണ്ടിക്കകത്ത് വന്നിട്ടില്ല. സോ എന്തുമാത്രം അത് ഇതിന്റെ യൂസ് എന്നുള്ളത് ഇത് തന്നെ മനസ്സിലാവും. വണ്ടിയുടെ സൈഡ് കഴിഞ്ഞു, ഇനി നേരെ നമ്മുടെ ബാക്ക് സൈഡിലും ഒത്തിരി ചേഞ്ചസ് കാണുന്നുണ്ട്. ബാക്ക് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്ന KMRന്റെ
റിയർ ബമ്പേഴ്സ് ആണ്. ഓക്കെ. KMR അഗൈൻ ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. ഓക്കെ. ഇതും നമുക്ക് ഉപയോഗം എന്ന് വെച്ചാൽ ഇതിന് 3 ടൺ പുള്ളിങ് കപ്പാസിറ്റിയാണ്. ഓക്കെ. 3 ടൺ വരെ ഈ ബമ്പർ സപ്പോർട്ട് ചെയ്യും. ഡയറക്ട്ലി ചേസിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. വെരി സ്ട്രോങ്. ഓക്കെ. ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു ബുഷ് പോലും ഇതുവരെ ഇത്രയും വർഷമായിട്ട് ബുഷ് പോലും നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഹൈഡ്രോളിക് ആയിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത്. ആ ബുഷിൻ്റെ ഒക്കെ ഒരു തിക്നെസ് തന്നെ. ഇത് റബ്ബർ ബുഷാണ്. ഓക്കെ. 10 വർഷം ഒരു റബ്ബർ ചപ്പിക്കഴിഞ്ഞാൽ അത് അല്പം ചപ്പണ്ടേ. അതെ അതെ. ഗ്യാസ് സ്ട്രട്സ് ഇതൊന്നും പോയിട്ടില്ല. ഓക്കെ. ഇന്നലെ ആ പാറയിൽ ഇടിച്ച് നിന്ന് ഭാഗമായത്. അതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് ഇതാ. ഓഹോ. ഓക്കെ. ഓക്കെ. ഇത്രയും വർഷമായിട്ട് വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഒരു റാറ്റ്ലിങ്ങോ സൗണ്ടോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഒരു അഡീഷണൽ ഫിറ്റിംഗ് വണ്ടിക്കകത്തുണ്ടെന്നുള്ളൊരു നമ്മളൊരു ഫീല് പോലും അത് വരത്തില്ല. ഓക്കെ. രണ്ടാം ടോർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ബോൾസ് ടോക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും എൻ്റെ ടോർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ടോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയർ ബമ്പറിൻ്റെ ഒരു പ്രൈസ് എത്ര വന്നിട്ടുണ്ടാവും? റിയർ ബമ്പറിന് അന്ന് 5 lakhs വന്നിട്ടുണ്ട്. ഓക്കെ. ബാക്കിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ബാക്കിൽ പിന്നെ വന്ന വീൽസ് ആണ്. വീൽസ് ഇൻഫിനിറ്റിയുടെ തന്നെ സ്റ്റീൽ വീൽസ് ആണ്. ഓക്കെ. സ്റ്റീൽ വീലിൻ്റെ പ്രൈസ്? സ്റ്റീൽ വീലിൻ്റെ പ്രൈസ് അന്ന് 32 സംതിങ്, 36 സംതിങ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. ഇനി മാറ്റാനുള്ള ടയറാണ്. അറൗണ്ട് 75,000 കിലോമീറ്റേഴ്സ് ആയി വണ്ടി. ഓക്കെ. ഈ 75,000 കിലോമീറ്റേഴ്സ് ഈ ടയർ തന്നെ ഓടി. അതെ അല്ലേ. ഓക്കെ. ഇത്രയും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും വെയിറ്റ് കയറി കഴിഞ്ഞാൽ വണ്ടി ടയർ ലാസ്റ്റ് ചെയ്യത്തില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ തന്നെ ഈ രീതിയിൽ തന്നെ ഇറങ്ങി. ഓക്കെ. 2014 മാറ്റിയ ടയറാണിത്. ഓക്കെ. ഓക്കെ. അതിൻ്റെ കാലം കഴിഞ്ഞു. ഓക്കെ. ഉടനെ അത് മാറ്റണം. അത് ഇന്നലെ നമ്മളത് അനുഭവിക്കുകയും ചെയ്തു. ആ ടയറിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതെ അതെ. ഈ സൈഡിൽ പറയുകയാണെങ്കിൽ ഒരു ഓണിംഗ് ഉണ്ട്. ടോപ്പിൽ ഓണിങ്സ് കൊടുത്തിട്ടുണ്ട്. തുലയുടെ ഒരു ക്രോസ് ബാർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിന് മുകളിൽ ആവശ്യമുള്ളപ്പോൾ നമ്മൾ റൂഫ് ബോക്സും. ഓക്കെ. തുലയുടെ റൂഫ് ബോക്സും ഉണ്ട്. പക്ഷേ ഓഫ് റോഡിങ്ങിൽ റൂഫ് ബോക്സ് അഡ്വൈസബിൾ അല്ല. ഓക്കെ. സോ റൂഫ് ബോക്സ് ഇപ്പം ഇല്ല. ഇപ്പം ഓണിങ്ങും തുലയുടെ റാക്കും മാത്രമേ ഉള്ളൂ. അതെ അല്ലേ. ഓണിങ്സിൻ്റെ പ്രൈസ് എത്രയുണ്ടാവും? ഓണിങ്സ് ഇപ്പം അന്ന് 40,000 ആയിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസം വരാൻ സാധ്യത. ഇത് ലെതർ സീറ്റ്സ് ആണ്. ഇപ്പോൾ നല്ല ചെളിയാണ്. ഓക്കെ. സീറ്റ് ലെതർ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും മോഡിഫൈ ചെയ്ത വണ്ടി നമ്മൾ എന്തായാലും മോണിറ്റർ ചെയ്യണം. ബുദ്ധിമുട്ട്. അപ്പോൾ അതിൽ നമുക്ക് വാട്ടർ ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചർ, എക്സോസ്റ്റിൻ്റെ ടെമ്പറേച്ചർ, ബൂസ്റ്റ് പ്രഷറും മോണിറ്റർ ചെയ്യാനുള്ള മീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ പജേറോ നമുക്ക് മാനുവൽ വെഹിക്കിൾസിൽ ക്രൂസ് കൺട്രോൾ തരുന്നില്ല. ക്രൂസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ത്രോട്ടിൽ കൺട്രോളറുണ്ട്. ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ഉണ്ട് പൈലറ്റിൻ്റെ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ടർബോ ടൈം. അതെ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ടോട്ടൽ ഇപ്പോൾ ഒരു എത്ര രൂപ വണ്ടീനേക്കാളും കൂടുതൽ ഇപ്പോൾ ആക്സസറീസിന് മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് ഇതിലുള്ളത് ARBയുടെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്. എയർ ലോക്കേഴ്സ് ആണ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഓക്കെ. അപ്പോൾ ARBയുടെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യൽ ലോക്ക്, എയർ ലോക്കേഴ്സ്, കംപ്രസറും ഉണ്ട്. ഓക്കെ. അതിൻ്റെ പ്രൈസ് എത്ര വന്നിട്ടുണ്ടാവും? എയർ ലോക്കേഴ്സ് ഈ അടുത്താലും നമ്മുടെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചത് ഒരു വീലിന് 2.5 ആണെന്ന് തോന്നുന്നു. ഒരു വീലിന് 2.5. അപ്പം ഫ്രണ്ടും ബാക്കും 5 lakhs. കംപ്രസർ എനിക്ക് തോന്നുന്നു ഇപ്പം 40 സംതിങ് ആണെന്ന് തോന്നുന്നു ഇപ്പം. ഓക്കെ. അത് വരുന്നുണ്ട്. അത് 3 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇത്രയും വണ്ടിയുടെ തന്നെ അതേ പ്രൈസുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രശ്നങ്ങളെല്ലാം നമ്മളെല്ലാവരും ഇത് കാണുന്നവരെല്ലാവർക്കും ഇതേ പ്രശ്നങ്ങളുള്ളവരായിരിക്കും മിക്കവാറും. അതെ അതെ. അപ്പോൾ കേരളത്തിൽ നമുക്ക് 6 മാസം എന്തായാലും മഴയാണ്. ഈ മഴയത്ത് നമ്മുടെ ഇവിടെ റോഡുകളുടെ അവസ്ഥ അതിൽ ദയനീയമാണ്. അതെ. ഇപ്പം എൻ്റെ അടുത്ത് രസകരമായ നമ്മളൊരു മോട്ടോർ വെഹിക്കിളിലെ ഒരു ഓഫീഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നു. അപ്പം നമ്മൾ ഈ ഫ്രണ്ട് എയർ ബാഗ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഫ്രണ്ടിൽ ബമ്പറായിട്ട് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ആൾക്കാർക്ക് പ്രശ്നം വരുന്നില്ല. അപ്പം അടുത്തൊരു ചോദ്യം പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇത് പെഡസ്ട്രിയൻ സേഫ്റ്റി എന്നാണ്. അപ്പോൾ പെഡസ്ട്രിയൻസിന് റോഡിലിറങ്ങാതെ റോഡ് ഈസ് ഫോർ വെഹിക്കിൾസ്. പെഡസ്ട്രിയൻ ട്രാക്ക് വേണം. ആ ട്രാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല റോഡിൽ പെഡസ്ട്രിയൻസ് എടുത്ത് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോൾ. അതെ അതെ. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണലി ലോകത്തെല്ലായിടത്തും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനവും ലീഗലാണ്. അതെ. അപ്പോൾ ആ ലീഗാലിറ്റി ഉള്ളൊരു സാധനം നമ്മുടെ നാട്ടുകാർ നമ്മളും ഇവിടെയുള്ള മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു സുഖകരമായ ഒരു നയമാണെന്ന് തോന്നുന്നു. അതെ. നമ്മുടെ നാട്ടിൽ ഇൻ്റർനാഷണൽ ഉള്ള സ്റ്റാൻഡേർഡുള്ള റോഡ്സ് വരാം,
വണ്ടികൾ കൊണ്ടുവരാം, പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ ഇത് ഇതിന്റെ കെയർ അവർ എത്ര എടുത്തത്. ഇതിന്റെ ബാക്കിലെ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്, ഒരു കുഞ്ഞു ലൈറ്റാ, ബ്രിടെക്സ് 48 എന്ന് പറഞ്ഞാൽ. ചുമ്മാ നെറ്റിൽ ബ്രിടെക്സ് 48 അയച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഗവൺമെന്റ് ആ ലൈറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. വെറും ഒരു നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റാണ്. അപ്പം ഇവിടെ ബേസിക് പ്രശ്നം ഈ കാര്യങ്ങൾ പഠിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് താല്പര്യമില്ല, അല്ല അതേപറ്റി പഠിക്കാൻ താല്പര്യമില്ല. അത് വരുമ്പോഴത്തേക്കും നോർമലി വേണ്ട, എനിക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കണ്ട എന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന്, ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി, ഇനി നമുക്കൊക്കെ വയസ്സും പ്രായമാകുന്നതിന് മുമ്പ് ഈ നിയമങ്ങളൊക്കെ ഒന്ന് മാറി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾക്ക് വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.